നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സംഗീത. പ്രധാന വാർത്തകൾ. കെ.എം. മാണിയെ ദുരാരോപണങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമം വിലപ്പോവില്ലെന്ന് കേരള കോൺഗ്രസ് എം ജില്ലാ പ്രസിഡന്റ് ബെന്നി കക്കാട്. രാജ്യത്ത് റബ്ബർ ഇറക്കുമതി നിർത്തണമെന്നും കേരള കോൺഗ്രസ്. അച്ഛനമ്മമാരാൽ ഉപേക്ഷിക്കപ്പെട്ട് പത്തനാപുരം ഗാന്ധിഭവനിൽ അഭയം തേടിയ യുവതിക്ക് ക്ഷണിക്കപ്പെട്ടവരുടെ സാന്നിധ്യത്തിൽ ലളിതമായ ചടങ്ങിൽ മാംഗല്യം. കെ.പി.സി.സി മുൻ അംഗവും പുനലൂർ ബാർ അസോസിയേഷൻ മുൻ പ്രസിഡന്റുമായിരുന്ന അഡ്വക്കേറ്റ് സി കുഞ്ഞപ്പി അന്തരിച്ചു. ആര്യങ്കാവ് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ തൃക്കല്യാണ മഹോത്സവം 26-ന്. പുനലൂർ പുതിയിടത്ത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന തിരുവാഭരണങ്ങൾ 16-ന് ഘോഷയാത്രയായി ആര്യങ്കാവ് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെത്തിക്കും. കെ.എം. മാണിയെ ദുരാരോപണങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമം വിലപ്പോവില്ലെന്ന് കേരള കോൺഗ്രസ് എം ജില്ലാ പ്രസിഡന്റ് ബെന്നി കക്കാട്. പത്തനാപുരത്ത് പാർട്ടി സംഘടിപ്പിച്ച സായാഹ്ന ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പൊതുപ്രവർത്തന രംഗത്ത് അരനൂറ്റാണ്ടിലേറെ പാരമ്പര്യമുള്ള സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ ഉടമയായ മന്ത്രി കെ.എം. മാണിയെ അപകീർത്തിപ്പെടുത്തി രാഷ്ട്രീയത്തിൽ നിന്ന് തുടച്ചു നീക്കാനുള്ള ശ്രമം വിലപ്പോകില്ലെന്ന് ബെന്നി കക്കാട് അഭിപ്രായപ്പെട്ടു. കെ.എം. മാണി എന്ന രാഷ്ട്രീയ ഇതിഹാസ പുരുഷൻ അദ്ദേഹം കഴിഞ്ഞ 50 വർഷക്കാലമായി കറപുരളാത്ത കൈയുമായി കേരളത്തിലെ രാഷ്ട്രീയ നവോമണ്ഡലത്തിൽ ജ്വലിച്ചു നിൽക്കുന്ന ഒരു പ്രതീകമാണ്. ഏതെങ്കിലും ബാറുടമയോ ഏതെങ്കിലും മദ്യം നിരോധനത്തിനെതിരായി നിൽക്കുന്ന ആളുകളോ അദ്ദേഹം കൊണ്ടു നടക്കുന്ന കൂട്ടായ കുൽസിതമായ ശ്രമത്തിന്റെ ഫലമായി ചെറിയ ഒരു ആരോപണം വന്നപ്പോൾ രാജിവെക്കണം എന്ന് മുറവിളി കൂട്ടുന്ന ഇവിടുത്തെ പ്രതിപക്ഷ നേതാവും സ്വന്തം പാർട്ടിക്കാരന് സീറ്റ് കൊടുക്കാതെ 1,82,82,00,000 രൂപ കൈക്കൂലി മേടിച്ചുകൊണ്ട് ബെനറ്റ് എബ്രഹാം എന്ന് പറയുന്ന ഒരു വിദ്യാഭ്യാസ രംഗത്ത് കച്ചവടം നടത്തുന്ന ബെനറ്റ് എബ്രഹാമിന് സീറ്റ് കൊടുത്തുകൊണ്ട് തന്റെ പാർട്ടിക്കാരെ മുഴുവൻ അവഹേളിച്ച പന്നിൻ രവീന്ദ്രൻ, കേരളത്തിലെ കർഷക ജനതകളുടെ നേതാവ്, കേരളത്തിലെ 12 ബഡ്ജറ്റുകൾ അവതരിപ്പിച്ച കെ.എം. മാണി എന്ന രാഷ്ട്രീയ പുരുഷൻ ഈ നിയമസഭയിലും ഇവിടെ കേരളത്തിലെ 39 വർഷക്കാലം മന്ത്രിയായ വിവിധ വകുപ്പുകൾ കൈകാര്യം ചെയ്ത് ഏകദേശം 10ഓളം വകുപ്പുകൾ കേരളത്തിൽ കൈകാര്യം ചെയ്യുന്ന കെ.എം. മാണിയെ രാഷ്ട്രീയം പഠിപ്പിക്കുവാൻ പന്നിൻ രവീന്ദ്രൻ വളർന്നിട്ടില്ല എന്ന് ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. റബ്ബറിന്റെ വിലയിടിവ് തടയുന്നതിന് അടിയന്തരമായി ഇറക്കുമതി നിരോധിക്കണമെന്നും റബ്ബർ കർഷകർക്ക് അടിയന്തര സഹായം നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഒരു വർഷത്തേക്ക് റബ്ബർ ഇറക്കുമതി നിർത്തലാക്കിയാൽ കേരളത്തിലെ കർഷകർ അവർ ഉൽപ്പാദിപ്പിക്കുന്ന റബ്ബറിന്റെ വില ഉയർന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, റബ്ബർ ഇറക്കുമതി ഇന്ത്യ മഹാരാജ്യം, ഇന്ത്യ എന്ന രാജ്യം ബി.ജെ.പി. ഗവൺമെന്റ് ഈ റബ്ബർ ഇറക്കുമതി നിർത്തലാക്കും. നിയോജക മണ്ഡലം പ്രസിഡന്റ് എം അബ്ദുൾ റഹ്മാൻ അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറിമാരായ കെ റജി, സജി ജോൺ കുറ്റിയിൽ, ജേക്കബ് ജോർജ്, UDF കൺവീനർ കെ അനിൽ, കെ തോമസ്, എബി പള്ളിത്തോപ്പിൽ, ജെയിംസ് കക്കാട്ട്, ബിജു ഡിക്രോസ്, ഷാജഹാൻ മാങ്കോട്, സക്കീർ ഹുസൈൻ തുടങ്ങിയവർ സംസാരിച്ചു. കെ.എം. മാണിക്ക് അഭിവാദ്യമർപ്പിച്ച പാർട്ടി പ്രവർത്തകർ പത്തനാപുരത്ത് പ്രകടനവും നടത്തി. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കെ.പി.സി.സി മുൻ അംഗവും പുനലൂർ ബാർ അസോസിയേഷൻ മുൻ പ്രസിഡന്റുമായിരുന്ന അഡ്വക്കേറ്റ് സി കുഞ്ഞപ്പി അന്തരിച്ചു. 84 വയസ്സായിരുന്നു. പുനലൂർ ബാറിലെ സീനിയർ അഭിഭാഷകനും തലവൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റുമായിരുന്നു സി കുഞ്ഞപ്പി. സംസ്കാരം തിങ്കളാഴ്ച 2 മണിക്ക് തലവൂർ മർത്തോമ പള്ളിയിൽ നടക്കും. പരേതയായ അമ്മിണിയാണ് ഭാര്യ. ഡോക്ടർ കെ ജേക്കബ്, കെ തോമസ്, കെ അലക്സ്, കെ അനിത എന്നിവർ മക്കളാണ്. മുൻ കെ.പി.സി.സി അംഗവും ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമായിരുന്ന സി കുഞ്ഞപ്പിയുടെ നിര്യാണത്തിൽ കെ.പി.സി.സി ജനറൽ സെക്രട്ടറിയും UDF ചെയർമാനുമായ ശൂരനാട് രാജശേഖരൻ അനുശോചനം രേഖപ്പെടുത്തി. യൂത്ത് കോൺഗ്രസിലും ഒക്കെ വരുന്ന സമയത്ത് തന്നെ കൊല്ലം ജില്ലയുടെ കിഴക്കൻ അതിർത്തിയിൽ കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും ശക്തനായ നേതാക്കളിൽ ഒരാളായിരുന്നു അഡ്വക്കേറ്റ് കുഞ്ഞപ്പി. എപ്പോഴും ആദരവും ബഹുമാനവും ഉള്ള ഒരു കോൺഗ്രസ് പ്രവർത്തകരിൽ നേതാവ് ആയിരുന്നു അദ്ദേഹം. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രവർത്തനത്തിലും പിന്നെ ഞാൻ DC പ്രസിഡന്റ് ആയിരുന്നപ്പോഴും എനിക്ക് അദ്ദേഹത്തിൻ്റെ ഉപദേശവും അദ്ദേഹത്തിനോടുള്ള താല്പര്യവും പലപ്പോഴും നിലനിർത്താൻ തീർച്ചയായിട്ടും കഴിഞ്ഞിട്ടുണ്ട്. സഹകരണ മേഖലയിൽ അദ്ദേഹത്തിന് പൂർണ്ണമായ അംഗീകാരം കൊടുക്കുന്ന 2-3 ഘട്ടങ്ങൾ എനിക്ക് തന്നെ ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും കുഞ്ഞപ്പി സാറിൻ്റെ സേവനം കൊല്ലത്തെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്, അത് പ്രത്യേകിച്ച് കിഴക്കൻ മേഖല വളർച്ചയ്ക്ക് വലിയ സഹായം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് എത്തിച്ചാൽ ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. രോഗികൾക്ക് സൌജന്യ ഭക്ഷണം നൽകുന്ന പുനലൂർ താലൂക്ക് ആശുപത്രിയിലെ പാഥേയം പദ്ധതിയുടെ 2ാം ഘട്ടം 15-ന് ഉദ്ഘാടനം ചെയ്യും. ജനുവരി 1 മുതൽ രാത്രി ഭക്ഷണവും സൌജന്യമായിരിക്കും.
സൗജന്യ രാത്രി ഭക്ഷണം 2015 ജനുവരി 1 മുതൽ ആരംഭിക്കും. ചപ്പാത്തിയും കറിയുമാണ് സൗജന്യമായി നൽകുന്നത്. 2012 നഗരസഭാ ബജറ്റിലെ പ്രഖ്യാപനങ്ങളിൽ പ്രധാനമായിരുന്നു പാഥേയം പദ്ധതി. 2013 ഏപ്രിലിൽ ആരംഭിച്ച പദ്ധതിയിൽ 2014 സെപ്റ്റംബർ വരെ 57,605 രോഗികൾക്ക് ഉച്ചഭക്ഷണം നൽകി. അതിനായി 20,16,315 രൂപ ചെലവിട്ടു. സംഭാവനയായി 17,64,945 രൂപ ലഭിച്ചു. 2,51,370 രൂപ കടമുണ്ട്. കടം തീർക്കാനായി ഓണം ഫെസ്റ്റ് 2014 ബാലൻസ് തുകയിൽ നിന്ന് 3 ലക്ഷം രൂപ പാഥേയം പദ്ധതിക്ക് നൽകും. 2013 മേടവിഷുവിന് സാഹിത്യകാരൻ ജോർജ് ഓണക്കൂർ ഉദ്ഘാടനം ചെയ്ത പദ്ധതിയിൽ 2014-15 നഗരസഭ 6 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. ഡിസംബർ 15 രാവിലെ 10 നഗരസഭാ അങ്കണത്തിൽ ചേരുന്ന പൊതുസമ്മേളനത്തിലാണ് പാഥേയത്തിന്റെ 2ാം ഘട്ടം ഉദ്ഘാടനം ചെയ്യുന്നത്. ഓണം ഫെസ്റ്റിൽ നിന്ന് നീക്കിവെച്ച തുകയും ചടങ്ങിൽ കൈമാറും. മുൻമന്ത്രി ആർ ബാലകൃഷ്ണപിള്ള പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും. പദ്ധതിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ജയമോഹൻ നിർവഹിക്കും. പുനലൂർ രൂപത അധ്യക്ഷൻ ഡോക്ടർ സിൽവിസ്റ്റർ പൊന്നുമുത്തൻ മുഖ്യാതിഥിയാവും. യോഗത്തിൽ 50-ൽ പരം പ്രതിഭകളെ നഗരസഭ ആദരിക്കും. ചലച്ചിത്ര താരം അശോകൻ, സംവിധായകൻ MA നിഷാദ് തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കും. ന്യൂസ് ഡെസ്ക് ലൈവ് വാർത്ത. പട്ടികജാതി കോളനിയായ ഇടമൺ പുല്ലരിമലയിലെ അടിസ്ഥാന സൌകര്യങ്ങൾ ജില്ലാ പഞ്ചായത്ത് മെച്ചപ്പെടുമെന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് SC സഞ്ജയ് ഖാൻ. കോളനിയിലെ സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അധിവസിക്കുന്ന പ്രദേശങ്ങളിൽ, പിന്നോക്ക വിഭാഗങ്ങൾ അധിവസിക്കുന്ന പ്രദേശങ്ങളിൽ കുടിവെള്ളവും ഇതുപോലെയുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയാണ് മുമ്പോട്ട് പോകുന്നത്. പുല്ലരിമല കോളനിയിൽ 7 ലക്ഷം രൂപ ഉപയോഗിച്ചുകൊണ്ട് വാട്ടർ അതോറിറ്റിയുമായി ചേർന്ന് കുടിവെള്ള പദ്ധതിയും നടപ്പിലാക്കാൻ ജില്ലാ പഞ്ചായത്ത് തീരുമാനിച്ചിരിക്കുകയാണ്. ഇവിടെ ബഹുമാനായ പഞ്ചായത്ത് പ്രസിഡന്റ് വരുന്ന വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ റോഡ് കോൺക്രീറ്റ് ചെയ്യും എന്ന് ഉറപ്പ് തന്നിട്ടുണ്ട്. അത് അവർക്ക് എന്തെങ്കിലും തുകയുടെ കുറവ് വന്നാൽ അത് ഗ്രാമപഞ്ചായത്തുമായി ചേർന്നുകൊണ്ട് ബാക്കി ഇതിന്റെ സൈഡ് കെട്ടും കോൺക്രീറ്റും കൂടി വലിയൊരു എമൗണ്ട് ആവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായും അതിനെന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ജില്ലാ പഞ്ചായത്ത് കൂടി ഫണ്ട് വകയിരുത്തും എന്ന് ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. തെന്മല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ ചടങ്ങിൽ അധ്യക്ഷനായി. സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണത്തിനായി 10 ലക്ഷം രൂപയാണ് ജില്ലാ പഞ്ചായത്ത് അനുവദിച്ചിരിക്കുന്നത്. വാർഡ് മെമ്പർ സാജിറ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബി അശോക് കുമാർ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ആര്യങ്കാവ്. അച്ഛനമ്മമാരാൽ ഉപേക്ഷിക്കപ്പെട്ട് പത്തനാപുരം ഗാന്ധിഭവനിൽ അഭയം തേടിയ രമ്യ എന്ന യുവതിക്ക് ഗാന്ധിഭവനിൽ ക്ഷണിക്കപ്പെട്ടവരുടെ സാന്നിധ്യത്തിൽ മാംഗല്യം. ലളിതമായ ചടങ്ങ് കൊല്ലം റോട്ടറി ക്ലബ്ബ് ഓഫ് റോയൽ സിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു. അനാഥത്വത്തിന്റെയും ജാതിയുടെയും വേലിക്കെട്ടുകളില്ലാത്തതായിരുന്നു വിവാഹം. നായർ സമുദായാംഗമായ രമ്യയെ വരണമാല്യം ചാർത്തിയത് കണ്ണൂർ ജില്ലയിലെ പേരാവൂർ വെള്ളർവള്ളി ആലക്കാട്ടില്ലത്തിൽ പരേതനായ ശങ്കരൻ നമ്പൂതിരിയുടെയും കോമളവല്ലി അന്തർജനത്തിന്റെയും മകൻ സുമേഷ് MP ആണ്. മലബാർ ദേവസ്വം ബോർഡിൽ ശാന്തിക്കാരനാണ് സുമേഷ്. ശാസ്താംകോട്ട മൈനാഗപ്പള്ളി സ്വദേശിനിയായ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ ചെറുപ്പത്തിൽ ഉപേക്ഷിച്ചു പോയ ശേഷം മുത്തശ്ശിയാണ് സംരക്ഷിച്ചു വന്നത്. രോഗാവസ്ഥയാൽ അത് തുടരാനാവാതെ വന്നതിനെ തുടർന്നാണ് രമ്യ ഗാന്ധിഭവനിൽ അഭയം തേടിയത്. അഞ്ചാലുമൂട് റോട്ടറി ക്ലബ്ബ് ഭാരവാഹിയും സാമൂഹ്യ പ്രവർത്തകനുമായ കെ മനോഹരനാണ് വിവാഹ നടത്തിപ്പ് കാര്യങ്ങൾ ഏകോപിപ്പിച്ചത്. കൊല്ലം റോയൽ സിറ്റി റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് പ്രഭാകരൻ നായർ, മറ്റു സാരഥികളായ അസിസ്റ്റന്റ് ഗവർണർ അനിൽകുമാർ, ചാർട്ടർ പ്രസിഡന്റ് ബി സന്തോഷ് കുമാർ, മുൻ അസിസ്റ്റന്റ് ഗവർണർ പ്രസന്നൻ, പത്തനാപുരം റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് ജെയിംസ് കക്കാട്ട്, ഫാദർ തോമസ് ജോർജ് തുടങ്ങിയവരും വിവാഹ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഗാന്ധിഭവൻ സെക്രട്ടറി പുനലൂർ സോമരാജൻ, പത്നി പ്രസന്ന രാജൻ, വിജയൻ ആമ്പാടി, ജി ഭുവനചന്ദ്രൻ തുടങ്ങിയവർ നവദമ്പതികൾക്ക് ആശംസകൾ നേർന്നു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. മനോഭാവത്തിലെ ശരിതെറ്റുകളെ ആസ്പദമാക്കി ഇടമൺ ഹോളിമ സെൻട്രൽ സ്കൂളിൽ സംഘടിപ്പിച്ച ബോധവത്കരണ ക്ലാസ് ശ്രദ്ധേയമായി. NCERT ഗവൺമെന്റ് ഓഫ് കേരളയുടെ കൌൺസിലറും ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് അംഗവുമായ ഡോക്ടർ രജത് കുമാർ ക്ലാസ് നയിച്ചു. നമുക്ക് എന്ത് കിട്ടി എന്ത് കിട്ടിയില്ല എന്ന് അടിസ്ഥാനപരമായി കാണാൻ പറ്റുന്നത് ഒരു വ്യക്തിയുടെ മനസ്സിന്റെ ക്വാളിറ്റി അനുസരിച്ചാണ്. ചില വീട്ടിൽ ചില അച്ഛന്മാർ ഒരുപാട് കാര്യങ്ങൾ കുടുംബത്തിന് വേണ്ടി ചെയ്യും. 80% കാര്യം 90% കാര്യങ്ങൾ മക്കൾക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി അച്ഛന്മാർ തന്നെ ചെയ്തു കൊടുക്കാറുണ്ട്. ഒരു 10-20% വെളിയിൽ പോയി അമ്മയ്ക്ക് ചെയ്യേണ്ടി വരുന്നുള്ളൂ. എന്നാൽ ആ വീടുകളിലെ ചില അമ്മമാര് പറഞ്ഞുകൊണ്ട് നടക്കും, അങ്ങനെ ഒന്നും ചെയ്തിരുന്നില്ല, ഒന്നും ചെയ്തിരുന്നില്ല, ഒന്നും ചെയ്തിരുന്നില്ല. സമൂഹത്തിൽ അങ്ങനെയുള്ള ഒരുപാട് കണ്ടിട്ടില്ലേ? വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ക്ലാസിൽ പങ്കാളികളായി. ശരിയായ മനോഭാവം എന്തിന് എങ്ങനെ എന്ന വിഷയത്തിലായിരുന്നു ക്ലാസ്. PTA പ്രസിഡന്റ് S രഞ്ജിത്തിന്റെ അധ്യക്ഷതയിൽ തെന്മല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജികുമാരി സുഗതൻ ക്ലാസ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പൽ S മോഹൻ ചടങ്ങിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ആര്യങ്കാവ്. പ്രധാനമന്ത്രിയുടെ ജൻധൻ യോജന പദ്ധതിയുടെ പ്രചരണാർത്ഥം BJPയും ഫെഡറൽ ബാങ്കും ചേർന്ന് തലവൂരിൽ സംഘടിപ്പിച്ച പരിപാടിയിലൂടെ നിരവധി പേർ സീറോ ബാലൻസ് അക്കൌണ്ട് എടുത്തു. പദ്ധതി പ്രകാരം അക്കൌണ്ട് എടുക്കുന്നവർക്ക് 1 ലക്ഷം രൂപയുടെ സൌജന്യ ഇൻഷുറൻസ് പരിരക്ഷയും 30,000 രൂപയുടെ മെഡിക്കൽ ഇൻഷുറൻസ് പരിരക്ഷയും ലഭിക്കും.
BJPയുടെയും രണ്ടാലുമൂട് ഫെഡറൽ ബാങ്ക് ശാഖയുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. റവറന്റ് ഫാദർ ബേസിൽ ജെ പണിക്കർ ഉദ്ഘാടനം ചെയ്തു. ജൻധൻ യോജന പദ്ധതി ആരോഗ്യരംഗത്ത് രാജ്യത്ത് വൻ പുരോഗതി സൃഷ്ടിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. നമ്മൾ ആശുപത്രിയുടെ വരാന്തകളിലേക്കൊക്കെ പോകുമ്പോഴാണ് ഇതിന്റെ പ്രതിസന്ധി മനസ്സിലാകുന്നത്. ഒറ്റ രാത്രി കൊണ്ട് ഒരു പനി വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു അപകടം സംഭവിച്ച് എത്രയും പെട്ടെന്നൊരു ഓപ്പറേഷന് വിധേയമാവണമെങ്കിലോ ഒക്കെയും കയ്യിൽ പണമില്ലാത്തപ്പോൾ അതൊരു പ്രയാസമായി മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ. ഇത്തരത്തിൽ ആതുരാലയങ്ങളും ഒക്കെയും താങ്ങാവുന്നതിനപ്പുറമായിട്ടുള്ള ചികിത്സയ്ക്ക് വേണ്ടുന്നതായിട്ടുള്ള പൈസയും ഒക്കെയും നമ്മളിൽ നിന്നും എടുക്കുമ്പോൾ എപ്രകാരമാണ് ഈ പദ്ധതി വിജയകരമാവുന്നത്, നമുക്കതിൽ നിന്ന് നന്മ ലഭിക്കുന്നത് എന്നുള്ളത് ചിന്തിക്കണം. ഏകദേശം 30,000 രൂപയോളം ആശുപത്രിയിൽ നമ്മൾ ചികിത്സയിലായിരിക്കുമ്പോൾ ഇന്ന് ലഭിക്കുന്നതായിട്ട് കാണുന്നു. അതോടൊപ്പം തന്നെ ഈ അക്കൗണ്ട് വളരെ ഭംഗിയായിട്ട് വിനിയോഗിക്കുകയാണെങ്കിൽ 5,000-ഓളം രൂപ സൗജന്യമായി നമ്മുടെ അക്കൗണ്ടിലേക്ക് വരികയും ചെയ്യും എന്നുള്ളത് ഇതിന്റെ വലിയ ഒരു പ്രത്യേകതയാണ്. RSS സേവാ പ്രമുഖ ടി ജയകുമാർ അധ്യക്ഷനായി. ഫെഡറൽ ബാങ്ക് രണ്ടാലുമൂട് ബ്രാഞ്ച് മാനേജർ ബിനു ഗോപിനാഥ്, BJP ജില്ലാ സമിതി അംഗം വടകോട് ബാലകൃഷ്ണൻ, വാർഡ് എക്സിക്യൂട്ടീവ് അംഗം അനിൽകുമാർ, TK നിതിൻ എന്നിവർ സംസാരിച്ചു. സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും ഏറെ ഉപകരിക്കുന്ന പദ്ധതിയാണ് ജൻധൻ യോജനയെന്ന് സംഘാടകർ അവകാശപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ആര്യങ്കാവ് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ തൃക്കല്യാണ മഹോത്സവം ഈ മാസം 26-ന് 22 മുതലാണ് മണ്ഡലകാല മഹോത്സവം. പുനലൂർ പുതിയടത്ത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന തിരുവാഭരണങ്ങൾ 16-ന് ഘോഷയാത്രയായി ആര്യങ്കാവ് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ എത്തിക്കും. ആര്യങ്കാവ് ശ്രീധർമ്മശാസ്ത്ര അയ്യപ്പ സേവാ സമാജത്തിന്റെ നേതൃത്വത്തിൽ 16-ന് തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് വമ്പിച്ച സ്വീകരണമൊരുക്കുമെന്ന് സമാജം ഭാരവാഹികൾ അറിയിച്ചു. ഘോഷയാത്രയെ ആര്യങ്കാവ് വെഹിക്കിൾ ചെക്ക് പോസ്റ്റ് ജംഗ്ഷനിൽ വെച്ച് സ്വീകരിക്കും. ഭക്തജനങ്ങളുടെയും മുത്തുകുട, ചെണ്ടമേളം, താലപ്പൊലി, നാദസ്വരം എന്നിവയുടെയും അകമ്പടിയോടെ ഘോഷയാത്രയെ ക്ഷേത്രാങ്കണത്തിലെത്തിക്കും. തുടർന്ന് തിരുവാഭരണം അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തി ദീപാരാധനയോടെയാണ് ചടങ്ങുകൾ അവസാനിക്കുക. തിരുവാഭരണ ഘോഷയാത്ര ഡിസംബർ 16-ാം തീയതി. തിരുവാഭരണ ഘോഷയാത്രയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ അഡ്കോ കമ്മിറ്റിയുടെ നേതൃത്വം നടക്കുന്നുണ്ടെങ്കിലും അയ്യപ്പ സേവാ സമാജത്തിന്റെ കൂടി സഹകരണത്തോടുകൂടി ഗംഭീര സ്വീകരണം ഒരുക്കുവാൻ, തിരുവാഭരണങ്ങൾ സ്വീകരണം ഒരുക്കുവാൻ വേണ്ട നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. എല്ലാ വർഷവും 24-ാം തീയതിയാണ് പാണ്ഡ്യമെടുപ്പ് വരുന്നത്. ഈ വർഷം ഡിസംബർ 25-ാം തീയതിയാണ് പാണ്ഡ്യമെടുപ്പ്. തൃക്കല്യാണം 26-ാം തീയതി, പാണ്ഡ്യമെടുപ്പ് 25-ാം തീയതി. ഇപ്രാവശ്യം തൃക്കല്യാണം 26-ാം തീയതിയാണ്. അതുപോലെ തന്നെ കുംഭാഭിഷേകം 27-ാം തീയതി. മണ്ഡലാഭിഷേകം തീരുന്നത് ഈ വർഷം 27-ാം തീയതിയാണ്. 41. എല്ലാ വർഷവും ഡിസംബർ 26-ാം തീയതി മണ്ഡലാഭിഷേകം കഴിയും. ഈ വർഷം 27-ാം തീയതിയാണ് മണ്ഡലാഭിഷേകം തീരുന്നത്. 25-ാം തീയതി കേരളത്തിൽ നിന്നുള്ള ഭക്തജനങ്ങളുടെയും കേരളത്തിലെ ആൾക്കാർ, വരന്റെ ആൾക്കാരും തമിഴ്നാട്ടിലെ ഭക്തജനങ്ങൾ വധുവിന്റെ സ്ഥാനത്തും സങ്കല്പിച്ചുകൊണ്ടാണ് വർഷങ്ങൾക്ക് മുമ്പ് പാണ്ഡ്യദേശത്തു നിന്ന് പാണ്ഡ്യരാജാവും തിരുവിതാംകൂറിൽ നിന്ന് തിരുവിതാംകൂർ മഹാരാജാവും പങ്കെടുത്തുകൊണ്ടുള്ള 24-ാമത്തെ പാണ്ഡ്യമെടുപ്പ്, അതായത് നിശ്ചയദാർഢ്യ ചടങ്ങ് നടക്കുന്നു. അയ്യപ്പ സേവാ സമാജം പ്രസിഡന്റ് സുജാതൻ, സെക്രട്ടറി വാവച്ചൻ, വിഷ്ണു VS തുടങ്ങിയവരാണ് ലൈവ് വാർത്തയെ ഇക്കാര്യം അറിയിച്ചത്. ന്യൂസ് ബ്യൂറോ, ആര്യങ്കാവ്. തെന്മല ഇക്കോ ടൂറിസം പദ്ധതിയിൽ ആര്യങ്കാവ്, കുളത്തൂപ്പുഴ പഞ്ചായത്തുകളെ അവഗണിക്കുന്നതായി കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C. സുബിലാഷ് കുമാർ. സമീപ പഞ്ചായത്തുകളെ കൂടി ഉൾപ്പെടുത്തി ഇക്കോ ടൂറിസം വിപുലീകരിക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. തെന്മല ഇക്കോ ടൂറിസം പദ്ധതിയിൽ ആര്യങ്കാവ്, കുളത്തൂപ്പുഴ പഞ്ചായത്തുകളെ അവഗണിക്കുന്നുവെന്ന് കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുബിലാഷ് കുമാർ ആരോപിച്ചു. തെന്മല ഇക്കോ ടൂറിസത്തിന്റെ പൂർണ്ണമായ പ്രദേശങ്ങൾ, 3/4% പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിനെ ഈ ഉദ്ഘാടന സംബന്ധമായിട്ടുള്ള ആലോചനാ യോഗങ്ങളോ അല്ലെങ്കിൽ ഇക്കോ ടൂറിസത്തിന്റെ ഭാഗമായിട്ടുള്ള എന്തെങ്കിലും വികസന പ്രവർത്തനങ്ങളുടെ ആലോചനാ യോഗങ്ങളോ ഒന്നും തന്നെ അറിയിക്കാറുള്ളതല്ല. ആ ഒരു നടപടി ഇതിൽ ശക്തമായി ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതി അംഗങ്ങളടക്കം ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റി അടക്കമുള്ള ശക്തമായ പ്രതിഷേധം ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. പദ്ധതികളുടെ വികസനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചകളിലും പരിപാടികളിലും ഇരു പഞ്ചായത്ത് സമിതികളെയും അകറ്റി നിർത്തിയിരിക്കുകയാണെന്നും പദ്ധതി തെന്മല പഞ്ചായത്ത് കേന്ദ്രീകരിച്ച് മാത്രമാണ് മുന്നോട്ടു പോകുന്നതെന്നും സുഭിലാഷ് കുമാർ ലൈവ് വാർത്തയോട് പറഞ്ഞു. ടൂറിസം വികസനത്തിന് സാധ്യതയുള്ള ഒട്ടനവധി പ്രദേശങ്ങൾ കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ ഉണ്ടായിരിക്കെ തെന്മല ഇക്കോ ടൂറിസത്തിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട്, തെന്മലയെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ പരിപാടികൾ, പദ്ധതികൾ അവസാനിക്കുന്നതിൽ
ശക്തമായ പ്രതിഷേധം കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കുണ്ട്. ഇക്കോ ടൂറിസം കേന്ദ്രത്തിൽ പുനരാരംഭിച്ച ബോട്ട് സവാരി ഉദ്ഘാടനം ചെയ്യവേ പദ്ധതി 2015 പുതിയ തലത്തിലേക്ക് എത്തിക്കണമെന്ന് ടൂറിസം മന്ത്രി പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് സുഭിലാഷ് കുമാറിന്റെ പ്രതികരണം. നിലവിൽ ബോട്ടിംഗ് ഉൾപ്പെടെ കുളത്തൂപ്പുഴ പഞ്ചായത്തിന്റെ പരിധിയിലാണ് നടന്നുവരുന്നതെന്നും പ്രകൃതി ഭംഗി ഏറെയുള്ള പഞ്ചായത്തിലേക്ക് ഇക്കോ ടൂറിസം പദ്ധതി വ്യാപിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. തെന്മല ഇക്കോ ടൂറിസം എന്ന് പറയുന്ന പദ്ധതിയുടെ 3/4% ഭാഗവും ഉൾപ്പെടുന്ന കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത്തരം ആലോചനകളുമായി മുന്നോട്ട് പോകണമെന്നും ആ വികസന പരിപാടികൾ ആ പഞ്ചായത്തിലേക്കും വ്യാപിപ്പിക്കണമെന്നും ഈ അവസരത്തിൽ തെന്മല ഇക്കോ ടൂറിസം ഭാരവാഹികൾ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിനോടും അതിന്റെ ഭാരവാഹികളോടും ഞങ്ങൾ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. അച്ചൻകോവിൽ, ആര്യങ്കാവ്, കുളത്തൂപ്പുഴ ശാസ്താക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് പിലിഗ്രിമോൾ ടൂറിസം നടപ്പിലാക്കാനും അധികൃതർ മുൻകൈയെടുക്കണമെന്നും ആര്യങ്കാവ്, കുളത്തൂപ്പുഴ പഞ്ചായത്തുകളെ കൂടി ഉൾപ്പെടുത്തി പദ്ധതി വിശാലമാക്കാൻ നടപടിയുണ്ടാകണമെന്നും സുഭിലാഷ് കുമാർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, തെന്മല. ക്രിസ്തുമസ് പുതുവത്സര ആശംസ കാർഡുകളുടെ വിൽപ്പനകളിൽ വൻ തകർച്ച. മൊബൈലും ഇന്റർനെറ്റും അരങ്ങുവാഴുമ്പോൾ പുത്തൻ തലമുറ ആശംസാ കാർഡുകളെ പാടെ മറന്നമട്ടാണ്. ഒരു കാലത്ത് ക്രിസ്മസ്, പുതുവത്സര ആശംസാവാഹകരായിരുന്ന ആശംസാ കാർഡുകൾ ഇപ്പോൾ പേരിനു മാത്രം. മൊബൈൽ SMS-കളും സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കും വാട്സപ്പും അരങ്ങുവാഴുമ്പോൾ ആശംസാ കാർഡുകൾക്ക് ഉണ്ടായിരുന്ന പഴയ പ്രൌഢി ഇപ്പോഴില്ല. പുനലൂർ പട്ടണത്തിലെ ക്രിസ്മസ് കാർഡ് വിൽപ്പനാശാലകളിൽ വിൽപ്പന വളരെ താഴ്ന്നതായി വ്യാപാരികൾ സാക്ഷ്യപ്പെടുത്തുന്നു. കാർഡ്സിനൊക്കെ പഴയത് നമുക്ക് വലിയ സെയിലൊന്നുമില്ല. ഇവിടെ 2 രൂപ മുതൽ 300 അടുപ്പിച്ച് വരെയുള്ള ക്രിസ്മസ് കാർഡും അതുകൊണ്ട് തന്നെ ന്യൂ ഇയർ കാർഡ്സും എല്ലാം ഉണ്ട്. ഇപ്പം സോഷ്യൽ നെറ്റ്വർക്ക്സ് വന്നതോടെ പൊതുവേ ഈ കാർഡിൻ്റെ എല്ലാം ഇത് കുറഞ്ഞിരിക്കുകയാണ്. ഫേസ്ബുക്കും വാട്സാപ്പും എല്ലാം വന്നതോടെ കാർഡ്സെല്ലാം ഒരുപാട് കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഒന്നും വലിയ കച്ചവടം കാര്യങ്ങളൊന്നും. വ്യത്യസ്ത രൂപങ്ങളിൽ 5 രൂപ മുതൽ 250 രൂപ വരെയുള്ള ആശംസാ കാർഡുകൾ വിൽപ്പനയ്ക്കായി എത്തിയിട്ടുണ്ടെങ്കിലും വിൽപ്പന പേരിനു മാത്രമായി ചുരുങ്ങി. മുൻപ് സാധാരണ ആശംസാ കാർഡുകൾ മാത്രമായിരുന്നെങ്കിൽ ഇപ്പോൾ മ്യൂസിക്കും ലൈറ്റുമൊക്കെയുള്ള കാർഡുകളും വിപണിയിലെത്തിയിട്ടുണ്ട്. എന്നാൽ യുവതലമുറ ഇപ്പോൾ ഇവയെയൊന്നും ആശ്രയിക്കുന്നില്ല. അതുതന്നെയാണ് ആശംസാ കാർഡുകളുടെ വിൽപ്പന കുത്തനെ താഴാൻ കാരണം. SMS-കളിലൂടെയും ഫേസ്ബുക്കുകളിലൂടെയും ആശംസകൾ കൈമാറുന്ന പുത്തൻ തലമുറ ഈ ആശംസാ കാർഡുകളെ പാടെ മറന്നമട്ടാണ്. ഇനി ഇതിൽ നിന്ന് ഒരു തിരിച്ചുവരവ് അസാധ്യമെന്ന് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. പണ്ട് പ്രണയിതാക്കളും സുഹൃത്തുക്കളും ബന്ധുക്കളുമെല്ലാം ക്രിസ്മസ്, പുതുവത്സര ആശംസകൾ കൈമാറാൻ ഉപയോഗിച്ചിരുന്ന ആശംസാ കാർഡുകൾ ഇപ്പോൾ ഉപയോഗിക്കുന്നത് ചുരുക്കം ചില സ്കൂൾ വിദ്യാർത്ഥികൾ മാത്രം. ന്യൂസ് ബ്യൂറോ, പുനലൂർ. വിളക്കുടി പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പരേതനായ M. ശ്രീധരൻപിള്ളയുടെ സഹധർമ്മിണി വിളക്കുടി പൂന്തോട്ടത്തിൽ വീട്ടിൽ K. ലക്ഷ്മിക്കുട്ടിയമ്മ നിര്യാതയായി. L. രാജമ്മ, കുന്നിക്കോട് S. രാജീവൻ, S. സജീവ്, S. ജവഹർ, S. ഗണേഷ്, L. ലീന, ബിജു പൂന്തോട്ടത്തിൽ എന്നിവർ മക്കളാണ്. ഡിസംബർ 18 സ്വവസതിയിൽ സഞ്ചയന ചടങ്ങുകൾ നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. KM മാണിയെ ദുരാരോപണങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമം വിലപ്പോവില്ലെന്ന് കേരള കോൺഗ്രസ് M ജില്ലാ പ്രസിഡന്റ് ബെന്നി കക്കാട്. രാജ്യത്ത് റബ്ബർ ഇറക്കുമതി നിർത്തണമെന്നും കേരള കോൺഗ്രസ്. അച്ഛനമ്മമാരാൽ ഉപേക്ഷിക്കപ്പെട്ട് പത്തനാപുരം ഗാന്ധി ഭവനിൽ അഭയം തേടിയ യുവതിക്ക് ക്ഷണിക്കപ്പെട്ടവരുടെ സാന്നിധ്യത്തിൽ ലളിതമായ ചടങ്ങിൽ മാംഗല്യം. KPCC മുൻ അംഗവും പുനലൂർ ബാർ അസോസിയേഷൻ മുൻ പ്രസിഡന്റുമായിരുന്ന അഡ്വക്കേറ്റ് C. കുഞ്ഞപ്പി അന്തരിച്ചു. ആര്യങ്കാവ് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ തൃക്കല്യാണ മഹോത്സവം 26-ന്. പുനലൂർ പുതിയിടത്ത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന തിരുവാഭരണങ്ങൾ 16-ന് ഘോഷയാത്രയായി ആര്യങ്കാവ് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെത്തിക്കും. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.